ദി ഫോർത്ത് എന്ന പേരിൽ 2 വർഷത്തിലധികം പ്രവർത്തിച്ച ഓൺലൈൻ ചാനലിന്റെ പേരിൽ 300 കോടി രൂപയുടെ തട്ടിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപന ഉടമകളായ ചെയർമാൻ രാജേഷ് പിള്ള, MD അഖിൽ ഫ്രാൻസിസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ദി ഫോർത്ത് ഓൺലൈൻ ചാനലിന്റെ മാതൃ കമ്പനിയായ ഫാംഫെഡ് കമ്പനിയുടെ ഉടമകൾ കൂടിയാണ് അറസ്റ്റിലായ രാജേഷ് പിള്ള, മാനേജിംഗ് ഡയറക്ടർ അഖിൽ ഫ്രാൻസിസ് എന്നിവർ. ഒരു ഓൺലൈൻ ചാനൽ കാട്ടിയും അതിന്റെ പേരിലും 300 കോടി രൂപ നിക്ഷേപകരിൽ നിന്നും പിരിച്ചെടുക്കുകയും പണം തിരികെ നൽകാതിരിക്കുകയുമായിരുന്നു. ദി ഫോർത്ത് എന്ന ഓൺലൈൻ ചാനൽ തുടങ്ങി സ്ഥാപനത്തിനായിട്ടാണ് നിക്ഷേപം മുടക്കുന്നത് എന്നും പ്രതികൾ നിക്ഷേപകരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ഫാംഫെഡ് എന്ന പേരിൽ പ്രതികൾ ഒരു കമ്പനി നടത്തുന്നുണ്ട്. ഈ കമ്പനി പിന്നീട് ദി ഫോർത്ത് എന്ന പേരിൽ മാധ്യമരംഗത്ത് കടന്നു. ഫാംഫെഡിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനാണ് അറസ്റ്റ്. 2008 ആരംഭിച്ച ഫാംഫെഡ് വൻ തുക ലാഭം വാഗ്ദാനം ചെയ്ത നിക്ഷേപകരിൽ നിന്ന് 300 കോടിയിലധികം രൂപ തട്ടിച്ചുവെന്നാണ് പോലീസ് കേസ്. ഫാംഫെഡിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ ഇവരുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ 4 ഡയറക്ടർമാരും പ്രതികളാണ്. നിക്ഷേപകരെ പറ്റിച്ച ദി ഫോർത്ത് ചാനലിന്റെ പ്രവർത്തനം നടത്തിയ പ്രമുഖർ റിക്സൺ, ശ്രീജർ ബാലകൃഷ്ണൻ, സനൂപ് ശശിധരൻ, PR സുനിൽ, ജിമ്മി ജെയിംസ്, ശ്രീജ തുടങ്ങിയവരായിരുന്നു. ഓൺലൈൻ ചാനലിന്റെ മറവിൽ ചതിക്കപ്പെട്ട നിക്ഷേപകരുടെ പരാതിയിലാണിപ്പോൾ ഫോർത്ത് ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാനൽ തുടങ്ങാൻ എന്ന പേരിൽ ഇവർ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. എന്തായാലും 300 കോടി രൂപയുടെ നിക്ഷേപം ഇപ്പോൾ കാണാനില്ല. ഇത്ര വലിയ തുക ഒരു ഓൺലൈൻ ചാനലിന്റെ മുതൽ മുടക്കിന് വരില്ല എന്നിരിക്കെ ബാക്കി 100 കണക്കിന് കോടികൾ ഉടമകൾ എന്തു ചെയ്തു എന്നതും ദുരൂഹമാണ്. ചാനൽ മുതലാളിമാരെ കബളിപ്പിച്ച് വൻ നിക്ഷേപം നടത്തിച്ച് കുഴിയിലാക്കിയ ശേഷം ഇതിന്റെ ഉപദേശങ്ങളും പ്രവർത്തനങ്ങളും നൽകിയ ചില മാധ്യമ പ്രവർത്തകർ മുങ്ങുകയായിരുന്നുവെന്നും ഫോർത്ത് എന്ന സ്ഥാപനം പൂട്ടുകയുമായിരുന്നുവെന്നും പറയുന്നുണ്ട്. ചാനൽ മുതലാളിമാരാക്കാമെന്ന വാഗ്ദാനത്തിൽ ദി ഫോർത്ത് ചാനലിൽ 300 കോടി നിക്ഷേപിക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകർ തന്നെ നിക്ഷേപകരെ തേടിയിറങ്ങുകയായിരുന്നു. എന്നാൽ നിയമ നടപടിയിലേക്ക് ചാനലിന്റെ നിക്ഷേപകർ നീങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ജോലി ചെയ്തവരെല്ലാം ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. മാധ്യമ പ്രമുഖരായ ശ്രീജൻ ബാലകൃഷ്ണൻ, ജിമ്മി ജെയിംസ്, PR സുനിൽ, റിക്സൺ, സനൂപ് ശശിധരൻ തുടങ്ങിയവർ കപ്പൽ മുങ്ങും മുൻപേ ചാടി രക്ഷപ്പെട്ടു. സഹകരണ സൊസൈറ്റി നടത്തിയിരുന്നവരാണ് ചാനൽ മുതലാളിമാരാകണമെന്ന മോഹന വാഗ്ദാനത്തിൽ വീണത്. പ്രധാന ചാനലുകളിൽ ജോലി ചെയ്തിരുന്നവരെ ഇരട്ടി ശമ്പളത്തിൽ ചാക്കിട്ട് പിടിച്ച് ശമ്പളം കൊടുത്ത വകയിൽ കോടികൾ ആവിയായി. ചാനൽ ഓഫീസുകൾ ലക്ഷങ്ങൾ വാടക കൊടുത്തെടുത്ത വകയിലും കോടികൾ വെള്ളത്തിലായി. മാത്രമല്ല, പർച്ചേസിംഗ് ഇനത്തിലും ഓഫീസ് പണിയൽ മറ്റുമായി ചാനലിന്റെ മുൻനിരയിൽ നിന്ന ചിലർ വൻതുകയുടെ തട്ടിപ്പ് നടത്തി. ആഡംബരവും ധൂർത്തും നിക്ഷേപകരുടെ ഡിപ്പോസിറ്റ് എടുത്തു നടത്തിയെന്നും ആരോപണം വരുന്നുണ്ട്. ഒടുവിൽ ചാനലിനായി വാങ്ങിവെച്ചിരുന്ന ക്യാമറയും മറ്റ് ഇതര ഉപകരണങ്ങളും വെറും 50 ലക്ഷം രൂപ എന്ന ആക്രി വിലയ്ക്ക് തൂക്കിവിറ്റ് അതും കൈക്കലാക്കിയവരുണ്ട് ഇതിൽ. ചാനൽ മുതലാളിമാരെ കുഴിയിൽ ചാടിച്ച ജേർണലിസ്റ്റുകൾ മാത്രം ഏതാണ്ട് 15 കോടിയിലധികം രൂപ ശമ്പളമിനത്തിൽ വസൂലാക്കിയെന്നും പറയുന്നു. സഹകരണ സൊസൈറ്റിയിലെ നിക്ഷേപകരുടെ പണമാണ് ചാനൽ മുതലാളിമാരാകാനുള്ള അതിമോഹത്തിൽ ദൂർത്തടിച്ചത്. കമ്പനിയുടെ വരുമാന സ്രോതസ് സഹകരണ സൊസൈറ്റിയാണെന്ന് രേഖകളിൽ വ്യക്തമാണ്. 300 കോടിയോളം ചെലവിട്ട് സൊസൈറ്റി നിക്ഷേപം കാലിയായപ്പോഴാണ് മുതലാളിമാർ പോലും ചാനലിന്റെ പേരിൽ ചതിക്കപ്പെട്ടത് അറിയുന്നത്. മലയാളി മാധ്യമ പ്രവർത്തകരിൽ ചിലരായിരുന്നു നിക്ഷേപകരെയും ചാനൽ ഉടമകളെയും വഴിതെറ്റിച്ചത്. കിട്ടിയ പണം മുഴുവൻ ദൂർത്തടിച്ചതിന് പിന്നിലും ഇതായിരുന്നു കാരണം. ചാനലിനെതിരെ കേസുകൾ വന്നതോടെ മാധ്യമ പ്രവർത്തകർ രാജിവെച്ച് ഓടുകയായിരുന്നു. എഡിറ്റർ ശ്രീജൻ ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ തസ്തിക ഒപ്പിച്ചു മുങ്ങി. PR സുനിൽ റിപ്പോർട്ടർ ചാനലിൽ കയറിപ്പറ്റി. മാപ്രകൾ പോയതോടെ ചാനൽ കെട്ടിടവും ഉപകരണങ്ങളും ബാക്കിയായി. വാടക കൊടുക്കാനില്ലാതെ ജില്ലാ ബ്യൂറോ ഓഫീസുകൾ ഓരോന്നായി പൂട്ടി. ചാനൽ മുതലാളിയാകാനുള്ള മോഹത്തിൽ പ്രാഞ്ചിയേട്ടന്മാരായി അവതരിക്കുന്ന കാശുകാർക്കെല്ലാം പാഠമാണ് ദി ഫോർത്ത് അനുഭവം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.